പശ്ചിമേഷ്യയെ ഒന്നാകെ വൻ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു യുദ്ധ പ്രഖ്യാപനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ അവസരം ഇറാനെ തകർക്കും, കനത്ത പ്രഹരം ഉടൻ ഉണ്ടാകും എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാരക മുന്നറിയിപ്പോടെ അന്താരാഷ്ട്ര യുദ്ധഭൂമി വീണ്ടും ചുവക്കുകയാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പലിശയടക്കം തിരിച്ചടി നൽകാൻ വൈറ്റ് ഹൗസ് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു എന്ന ഭീതിജനകമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യത്തെ തൊട്ടുകളിച്ചാൽ ഇറാന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കുമെന്ന കടുത്ത ഭാഷയിലാണ് ട്രംപ് ഇത്തവണ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ പവർ പ്ലാന്റുകളും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കാൻ US സെൻട്രൽ കമാൻഡ് വൻ വ്യോമാക്രമണ പരമ്പരയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ചൈനയിൽ നിന്ന് മിസൈലുകൾ വാങ്ങി പ്രതിരോധ കോട്ട കെട്ടാൻ ഇറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ട് ബോംബുകൾ വർഷിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാമ്രാജ്യത്വവും ഇറാന്റെ സൈനിക വീര്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മഹായുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്. ഈ ഒരു സൈനിക നീക്കം ഭീഷണിയല്ല, മറിച്ച് ഇറാന്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായിട്ടുള്ള യുദ്ധതന്ത്രമാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇറാൻ അനുകൂല മിലിഷ്യ ഗ്രൂപ്പുകളെ വേരോടെ പിഴുതെറിയാനാണ് US-ന്റെ നീക്കം. ഈ ഹോർമസ് കടലിടുക്കിൽ ഇറാന്റെ മേധാവിത്വത്തിനും ഇസ്രയേലിന് നേരെ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്കും ഒരൊറ്റ രാത്രി കൊണ്ട് അന്ത്യം കുറിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്യന്തം രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. ഇനി ഞങ്ങളുടെ ഊഴമാണ്, അവരെ ഞങ്ങൾ കടുത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്ന ട്രംപിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. അമേരിക്കൻ സൈനികരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഓരോ നീക്കവും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ട്രംപ് ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടത്തിനും സൈന്യത്തിനും വ്യക്തമായിട്ടുള്ള അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കയെ ഇത്രയധികം ചൊടിപ്പിച്ചത് ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത മിസൈൽ ആക്രമണങ്ങളാണ്. മണിക്കൂറിൽ 8600 മൈൽ വേഗതയിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തൊടുത്തുവിട്ട 5 വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷാ കോട്ടകളെ ഞെട്ടിക്കുന്നതായിരുന്നു. US-ന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഒരു മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് വിജയകരമായിട്ട് വെടിവെച്ചിട്ടെങ്കിലും തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു ധീരമായിട്ടുള്ള നീക്കം അമേരിക്കയെ നേരിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. ട്രംപിന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ US സെൻട്രൽ കമാൻഡ് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ഏറ്റവും മാരകമായിട്ടുള്ള വ്യോമാക്രമണ പരമ്പരയ്ക്ക് പദ്ധതി ഇട്ട് കഴിഞ്ഞു. ഇറാന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും B-52 ബോംബർ വിമാനങ്ങളും ഇതിനോടകം തന്നെ സജ്ജമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പ്രധാന കമാൻഡ് സെന്ററുകളെയും മിസൈൽ വിക്ഷേപണ തറകളെയും ലക്ഷ്യമിട്ടുള്ള ഒരു വൻ വ്യോമാക്രമണമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. വെറും ഒരു സൈനിക ഏറ്റുമുട്ടലിനപ്പുറം ഇറാന്റെ സാമ്പത്തിക സാമൂഹിക നട്ടെല്ല് ഒടിക്കുന്ന തരത്തിലുള്ള കടുത്ത ആഘാതമേൽപ്പിക്കാനാണ് ട്രംപ് ആലോചിക്കുന്നത്. ഇറാന്റെ പ്രധാന പവർ പ്ലാന്റുകൾ, എണ്ണ ശുചീകരണശാലകൾ, വലിയ പാലങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം US-ന്റെ ലക്ഷ്യ പട്ടികയിലുണ്ട്. രാജ്യത്തിന്റെ ഇന്ധന ഊർജ വിതരണം തടസ്സപ്പെടുത്തുന്നതിലൂടെ ഇറാന്റെ പ്രതിരോധ വീര്യം പൂർണ്ണമായിട്ടും ചോർത്തിക്കളയാൻ കഴിയുമെന്നാണ് അമേരിക്കൻ യുദ്ധതന്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. ഈ വലിയ സൈനിക നീക്കത്തിൽ അമേരിക്ക ഒറ്റയ്ക്കല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പരമ്പരാഗത ശത്രുക്കളായിട്ടുള്ള സൗദി അറേബ്യയും ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം പരസ്യമായിട്ട് അണിനിരന്നിരിക്കുകയാണ്. ഇറാഖിലും സിറിയയിലുമുള്ള ഇറാൻ അനുകൂല മിലിഷ്യ ഗ്രൂപ്പുകൾക്ക് നേരെയും US-ഉം സൗദിയും സംയുക്തമായിട്ട് കനത്ത ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിൽ ഇറാനെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ഇനി ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പാതയായ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന മേധാവിത്വ ശ്രമങ്ങളാണ് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാനലുകൾ ഉപരോധിച്ചുകൊണ്ട് അമേരിക്കൻ സഖ്യത്തെ വെല്ലുവിളിക്കാൻ ഇറാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ കടൽ പ്രതിരോധത്തെ തകർക്കാൻ US നേവിയുടെ കൂറ്റൻ യുദ്ധക്കപ്പലുകളും വിമാന അന്തർവാഹിനികളും
നിലവിൽ പേർഷ്യൻ ഗൾഫിലേക്ക് കുതിക്കുകയാണ്. ചൈനയിൽ നിന്ന് 400 അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങി ഇറാൻ തങ്ങളുടെ ആകാശം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഒരു മിന്നൽ ആക്രമണ പ്രഖ്യാപനം വരുന്നത്. ഈ ഒരു ചൈനീസ് പ്രതിരോധ ശൃംഖലകൾ പൂർണ്ണമായും ഇറാനിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിച്ച് തകർക്കുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. ഇറാന് പ്രതിരോധം തീർക്കാൻ സമയം അനുവദിക്കില്ല എന്ന കടുത്ത വാശിയിലാണ് വൈറ്റ് ഹൗസ് ഉള്ളത്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം കടുത്ത ഭീഷണികൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ ഇറാൻ തയ്യാറല്ല. സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ലക്ഷക്കണക്കിന് ഡ്രോണുകളും അതീവ പ്രഹരശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ മണ്ണിലേക്ക് ഒരു ബോംബെങ്ങാനും വീണാൽ പശ്ചിമേഷ്യയിലെ എല്ലാ US താവളങ്ങളെയും ഇസ്രയേലിനും ഒറ്റ രാത്രി കൊണ്ട് ചാരമാക്കുന്ന മറുപടി മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവും അതേസമയം കടുത്ത സുരക്ഷാ വെല്ലുവിളിയുമാണ്. ഇറാനെ തകർക്കാൻ US രംഗത്തിറങ്ങുന്നത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും യുദ്ധം കടുത്താൽ ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ നഗരങ്ങളിലേക്ക് പ്രവഹിക്കുമെന്ന ഭയം തെൽ അവീവിനുണ്ട്. ഇറാന്റെ ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ ഒരേ സമയം പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാൻ സാധ്യതയേറെയാണ്. ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു കനത്ത പ്രഹരം ഉടൻ എന്ന പ്രഖ്യാപനം അന്താരാഷ്ട്ര വിപണിയെയും വലിയ രീതിയിൽ ഉലച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തെ എണ്ണ വ്യാപാരം പൂർണ്ണമായിട്ടും സ്തംഭിക്കും. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യും. ഇത് ലോകരാജ്യങ്ങളെ ഒന്നാകെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നതിനാൽ ഇരു വിഭാഗവും കടുത്ത സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന നയതന്ത്ര സമ്മർദ്ദവും ശക്തമാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു വെടിമരുന്ന് ശാലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങളുടെ അവസരം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വെറും ഒരു വാക്കല്ല, മറിച്ച് ലോകത്തെ പുതിയൊരു ആഗോള പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ പോകുന്ന യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ്. ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി പ്രതിരോധം തീർക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ ആ കോട്ടകൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ കനത്ത പ്രഹരം ഏൽപ്പിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഈ വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേലിന്റെ സുരക്ഷയും ആഗോള എണ്ണ വിപണിയെയും എപ്രകാരം ബാധിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാം. എന്തായാലും യുദ്ധം അതികഠിനമായിട്ട് പോവുകയാണ്. വെല്ലുവിളികൾ നടത്തുന്നു. ഒരു വശത്ത് ഇറാന് ചൈനീസ് യുദ്ധ സാമഗ്രികൾ കിട്ടുന്നു, മറുവശത്ത് ആ മിസൈലുകളെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ അശാന്തമാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അത് ഇസ്രയേലിനെ വല്ലാതെ ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും അത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് മാറും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല.